വാമോസ് അർജന്റീന. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കുന്നു പല്ല് ഊറിയിട്ടില്ല. ഇന്ന് പുതിയ പല്ല് കിട്ടിയാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം പല്ലിട്ടെന്ന് പറയുമ്പോൾ പല്ല് വെപ്പാന്ന് അല്ലല്ല സാധനം ഊരണ്ട. ഇതായത് ഇന്ന് ഇട്ടിയാന്ന് അലൈനർ. അപ്പൊ ഇനി ഒരാഴ്ചക്ക് ഇതായിരിക്കും, പിന്നെ മാറ്റണം. ഒരാഴ്ചക്ക് ഒരിക്കൽ മാറ്റണം. ഇത് പറഞ്ഞാല് അല്ല, ഇത് ഇട്ട് കഴിഞ്ഞാല് ചില വാക്കുകൾ അങ്ങനെ വരും. ഇല്ലെങ്കിൽ അങ്ങനെയാന്ന് എൻ്റെ മലയാളം വാക്ക്. അതിൽ ഇതും കൂടി പറയണ്ടല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചായം കുടിയെല്ലാം കഴിഞ്ഞ് ഇന്ന് ഗോതമ്പ് ദോശയാന്നാക്കിന് കടി, തക്കാളിക്കറിയും. അപ്പോൾ രാവിലെ എണീച്ച ഈ കടി എന്നാ ആക്കുന്നത് ഇത് തന്നെയാണ് എല്ലാ വീട്ടിലും എല്ലാ അമ്മമാർക്കുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് ഗോതമ്പ് പൊടി കണ്ട് അങ്ങനെ ആക്കി ചായല കുടിച്ചു. റിഷൂട്ട ഉറങ്ങുന്നുണ്ട്. എണീച്ച് ചായല കുടിച്ച് ഒരു വീർപ്പ് കളിയെല്ലാം കഴിഞ്ഞിട്ട് അധികം ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് വെച്ചാൽ സൺഡേ ഏച്ചി വരുന്നുണ്ട്. ഏച്ചി കായും പറഞ്ഞോണ്ട് ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് അതെ, ഈ പുളിയുള്ളതും ഉണ്ട്. അത് നമുക്ക് തിന്നാൻ കഴിയില്ല. ഇങ്ങനെ അച്ചാറാക്കിയാലേ പറ്റൂ. അതെ അതെ, ഇന്ന് സൺഡേ ഫണ്ടേ ആണ്. അപ്പൊ ഇന്ന് വെച്ചാല് എല്ലാരും പിള്ളേരെല്ലാം ലീവല്ലേ. അപ്പൊ ചേട്ടൻ പറഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാന്ന്. അല്ല അതല്ല, ഒന്ന് കണ്ണൂർ കേൾക്കലോ റെഡിയാലോ ഒന്ന് വെക്കുമ്പോ അങ്ങനെ വേണ്ടല്ലോ. അല്ല, നമ്മള് കുറെ ദിവസമായില്ലേ പുറത്തൊന്നും ഇറങ്ങാതെ. ഇന്നൊരു പരിപാടി ഉണ്ട്. ഇന്നൊരു പിന്നെ അവിടെ ഒരു സ്ഥലത്ത് പോണോ. അപ്പൊ പോകുന്ന കൂട്ടത്തില് എല്ലാരും വന്നാ നമുക്ക് കൊട്ടിയൊരു പരിപാടി നടക്കുന്നുണ്ടല്ലേ. നാട്ടില് മൊത്തം കർണാടക വണ്ടിയാണ്. കൊടകിലെ ആൾക്കാർ ഇപ്പൊ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഈ റോഡ് വരെ കുറച്ചൊരു ഇതുണ്ട്. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ നമ്മളെ കേരളത്തിൽ എത്തിയതല്ല. ഞാൻ ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാലോ. അല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വന്നവരെല്ലാം നമ്മളിവിടെ കാണാൻ വരുന്നത്. അതുപോലെ തന്നെ റോഡുമിലെല്ലാം ഫുള്ളായിട്ട് വണ്ടിയാണ്. നല്ല തിരക്ക് പിടിച്ചൊരു സമയം ഇപ്പൊ നമ്മുടെ നാട് കൊട്ടിയൊരു പരിപാടി നടക്കുന്നതിന് ശേഷം. കൊട്ടിയൂർ അങ്ങോട്ട് പോകാൻ കഴിയില്ല, നമ്മൾ പോയില്ല. നമ്മൾ ഈ ഭാഗത്ത് അങ്ങോട്ടെല്ലാം ഉണ്ട്. പക്ഷെ എന്നെ പിന്നെ ഒരുപാട് ആള് നമ്മുടെ നാട്ടില് സുധീനെടുക്കാം, എല്ലാടി ചൂടായിട്ടെല്ലാം മനസ്സിലായി. അപ്പൊ ഫസ്റ്റുകൾ തന്നെയാണ് കാലത്ത് വെച്ച്. അപ്പൊ ഈ കൊട്ടിയൊരു പരിപാടി നടക്കുന്നുണ്ടല്ലേ, പിന്നെ നല്ല തിരക്കും കാര്യമില്ലാണ്. ഇനിയിപ്പോ 20-ാം തീയതി വരെ പെണ്ണുങ്ങൾക്ക് പോകാനുള്ളൂ തോന്നുന്നുണ്ട്. അതിലിടക്ക് നമുക്ക് കുറച്ച് പോയിട്ട് വരണം. അപ്പൊ എന്നാ വേഗം പോയി അതിലിടക്കതാ ബെയ്യൽ വന്നിട്ടാകുമ്പോ എല്ലാം തുണിയെല്ലാം പുറത്ത് ഏച്ചി എടുത്തിട്ടേ എല്ലാം എടുത്തിട്ട് ഇപ്പൊ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ മഴക്കാലം. അപ്പൊ അവന് എണീച്ചോട്ടാ മാറ്റലാന്ന്. മാറ്റിക്കഴിഞ്ഞു. ഇന്ന് നമുക്ക് പോവാ മോനെ, നമുക്ക് ടാറ്റ പോവാ ടാറ്റ പോവാ. എണീക്കുമ്പോ നമ്മളെല്ലാരും എടുത്തുണ്ട് കണ്ണ് തുറക്കുമ്പോ തന്നെ. ടാറ്റ. നിങ്ങൾ വരുന്നില്ല? രാത്രി കിടന്ന ഇതാണ് പരിപാടി. ഒരേ തെരിയലും തലയിലോട്ട് കയറി മറയലും. ഇവനും ഒരേ അടിയാണ്. ഇവിടെ നിക്കാൻ കഴിയില്ല. അല്ലത്താ അടിപിടി ടിഷ്യൂ. ഇപ്പൊ ടിഷ്യൂ ആക്കി തുടങ്ങി. അങ്ങനെ ചോദിച്ചാല് അതൊരു കീഴ്വഴക്കല്ലേ. അപ്പൊ ഇവർ ഇവ അടിക്കുമ്പോലെ കൈവെള്ളം ടിഷ്യൂ നച്ചിയാക്കും. ഇവനെല്ലാം പഠിപ്പിച്ചു നോക്കുന്ന ഇതിക്കെ നല്ല പഠിപ്പിച്ചാ നല്ലതാവും. ഇല്ലെങ്കിൽ നല്ലോണം കിട്ടും കേട്ടാ അവൻ്റെ അടുക്കുന്ന തന്നെ. നമ്മള് പറഞ്ഞു കൊടുക്ക. എല്ലാരും റെഡി ആയിട്ടുണ്ട്. പോവാന്നാല് എല്ലാരും റെഡി ആവാണ്ട് മഴ റെഡി ആയിട്ടുണ്ട്. മഴ പെയ്തു തുടങ്ങി. ഇറങ്ങാന്നാല് നല്ല മഴ തുടങ്ങിട്ടെ. അതെ, അപ്പൊ അങ്ങനെ നമ്മള് പോയിക്കൊടുക്കലാന്നിട്ടാ. അപ്പൊ ഇത്ര സമയം റിസൾട്ട് ആയിട്ടുണ്ടായിന്. ഇപ്പൊ ബാക്ക് പോയിട്ട് അവിടുന്ന് മൂളിപ്പാട്ടെല്ലാം പാട്ടുന്ന കേട്ട് ഓടത്ത് നിർത്തിയാ. അതെ അതെ, ഓന് ഭയങ്കര പാട്ട് ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഉറക്കുമ്പോഴെല്ലാം ഇങ്ങനെ മൂളിപ്പാട്ട് പാടുമ്പോ എന്റെ കൂടെ തന്നെ ഇങ്ങനെ പാടും മൂളിപ്പാട്ട്. അപ്പൊ അത് പറയുമ്പോ ഇപ്പൊ ഈ കൂട്ടത്തിലാരും പാടുന്നവരുണ്ടാ. അല്ല അത് വേണ്ട, ഇന്ന് വിച്ചുവാട്ടം തുടങ്ങട്ടെ. കാരണം വെച്ചാൽ നമ്മള് പാടും പോലെനോ പാടിട്ടാകുമ്പോ ഞാനും പാടാൻ പറഞ്ഞിട്ട് പിന്നെ മുങ്ങലാണ്. പിന്നെ അത്
ഞാനില്ലേ ഇല്ല ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഇന്നോളെ കാത്തിരിക്കും. നിങ്ങൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പാട്ട് പഠിച്ചിട്ട് വന്ന് ഇങ്ങനെ പൊന്തിച്ചു പറ്റോ തെറ്റിപ്പോയല്ലേ? തെറ്റിപ്പോന്നറിയില്ല. എന്നാലും ഞാൻ എന്നെ രണ്ടുപേരും ഇഷ്ടമുള്ള പാട്ടാണ്. മിസ്സി മാണിക്കല്ലായി മേഞ്ഞു മെനഞ്ഞ് മാമണിക്കൊട്ടാരം താഴ്ത്തടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം കുളിരം വിളിക്കുന്നതിനോ മാവണിത്തുമ്പിയും കാവലും നിൽക്കണം മോഹക്കൊട്ടാരം എൻ്റെ കൊട്ടാരം. മാണിക്കല്ലായി. അയ്യോ അത് നല്ല പാട്ട് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനത് പഠിക്കുകയും ചെയ്യുന്നതിനെ. പക്ഷെ എനിക്കിപ്പോ പാടാൻ വരുമ്പോ കിട്ടുന്നില്ല കേട്ടോ. എന്റെ അങ്ങനെയല്ല നമ്മളെ പാടിയില്ലേ? അതെ. അപ്പൊ നല്ല രസം വിചാട്ടിന് പാടാനൊരു അതുണ്ട്. പക്ഷെ വിചാട്ടിന് പാടാനൊരു മടി. അപ്പൊ അടുത്ത ചാൻസ് എനക്കാ കിട്ടിയിട്ടുള്ളത്. ഞാൻ ചെറുങ്ങനൊന്നും മൂളാന്നേ ഉള്ളപ്പോ എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ഒരു ഭക്തി ഗാനത്തിൽ തന്നെ ആയിരിക്കട്ടെ അല്ലേ? അപ്പൊ ഒന്ന് മെല്ലെ നോക്കി നോക്കട്ടെ. എന്തെങ്കിലും തെറ്റുണ്ടോ ക്ഷമിക്കണേ, എനക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഭക്തിയാരം പാടേ. അമ്പലമില്ലാതെ ആൽത്തറയില്ലാതെ ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. നമുക്ക് സങ്കടം വരും അങ്ങനെ പാടുമ്പോ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ ക്ഷമിക്കണേ. ബാക്കി ഇനി അനുപാടും കേട്ടാ. അടിപൊളിയായിട്ടുണ്ടല്ലോ മാമ. സൂപ്പർ. കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കും. അടുത്ത നമ്മളെ ഊഴമാണ് പാട്ടേ. എത്താനായി പറഞ്ഞിട്ട് ഞാൻ മറ്റേ എന്റെ സ്ഥിരം പാട്ടെന്റെ പാടിയേക്കാം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ஒரு தல காதல தந்த இந்த தருதல மனசுக்குள் வந்த ஒரு தல காதல தந்த இந்த தருதல மனசுக்குள் வந்த காதலிக்க கைட இல்ல சொல்லி தர வாவாத்தி சேர்த்து வச்ச ஆசையெல்லாம் அள்ளி தர வாவாத்தி ஏ உசுர ஓ உசுர தார கை மாத்தி உன்னால நான் பிடிக்காம ஓட்டுகறியில இனிமே நான் ஆளு. അല്ല നിങ്ങളെല്ലാം പാടിയിട്ട് പിന്നെ എന്തെല്ലാം പോയി. നമുക്ക് കൂടെ പാടുമ്പോ നമുക്കൊരു ധൈര്യം നേരം ഒന്നും കൂടി. ഈ പാട്ട് നമ്മള് ഞാനും കവിയും കൂടിയിട്ട് ഒരു ഇനാഗ്രേഷന് നമ്മള് സ്റ്റേജിൽ വന്ന് കവി രണ്ടുപേര് ഞാൻ രണ്ടുപേര് അല്ല എന്റെ രണ്ടുപേർക്ക് ഒരുപാട് പേര് കൈയടിച്ചു. പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ അടിച്ചറിയില്ല. നല്ല ഇതായിരുന്നു. നല്ല ആ പാട്ട് സ്റ്റേജിൽ പാടിയത് ഞാൻ ആദ്യമായിട്ട് ഒരു രണ്ടുപേര് കവിനെ കുറിച്ച് പാടിയത്. ഭയങ്കര കൈയടിയില്ല കേട്ടോ. ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് ഭയങ്കര അത് ഓർമ്മ വരുന്നത്. ഇപ്പൊ ഒരു 2-3 മാസമില്ല അല്ലെ? 2 മാസം വലിയൊരു പരിപാടിയാണ് ഇനാഗ്രേഷൻ. അപ്പോൾ നമ്മളങ്ങനെ കണ്ണൂരെത്തിയേ. കണ്ണൂർ MCR ഡയബറ്റിക്സ് ആൻഡ് ഐ കെയർ ഇടാന്ന് പറഞ്ഞാൽ ഷുഗർ പേഷ്യൻറ്റിലെല്ലാം ഉള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥലമാണ്. പുതുതായിട്ട് വന്നതാണ്.
5-6 മാസമായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഹുൽ ഡോക്ടർ നമ്മളെ പരിചയത്തിലില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഒന്നത് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ വെച്ച് വന്നതാണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വെച്ചിട്ട് നമ്മൾ ഈ ലോങ് വീഡിയോയിലൊന്ന് കാണിക്കുവാണേ. ഹായ് ഡോക്ടർ. നമസ്കാരം. ഊണ് കഴിച്ചില്ല, ലേറ്റ് ആയി തോന്നുന്നല്ലേ? കുറച്ച് ലേറ്റായി, നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മളെ വീഡിയോയിലെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുള്ളത്? നമ്മൾക്ക് ഇവിടെ ഡയബറ്റീസ് റിലേറ്റഡ് എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അതായത് ഒരു ഷുഗർ രോഗിക്ക് വേണ്ട കംപ്ലീറ്റ് ചികിത്സാ സൗകര്യങ്ങളും നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ലാബ്, ഫാർമസി, പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തടി കുറക്കാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ചപ്പൽസ് ഉണ്ട്, കണ്ണടകളുണ്ട്. ഈ ഷുഗർ ഇങ്ങനെ ഉള്ളവർക്കുള്ള ഏറ്റവും വലിയ കാണുന്ന ഇതെന്നാണ്, അതായത് കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത് കാലിന് തരിപ്പ്, മരവിപ്പ് എന്നീ പ്രോബ്ലം കാരണമാണ് വരുന്നത്. പിന്നെ ഇത് കൂടാതെ മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും വരുന്നതിന് മുന്നേ തന്നെ കണ്ണിന് ഷുഗർ ബാധിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ അത് നോക്കാറുമുണ്ട് ഇവിടെ. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ല റിസൾട്ടാണ്. സോ നമ്മുടെ പേഷ്യൻസ് എല്ലാം അടിക്കടി വന്നു പോകുന്ന ആൾക്കാരാണ്. ഡയബറ്റീസ് വരുന്നത് തന്നെ മാക്സിമം വലിച്ചു വാരി ഫുഡ് കഴിക്കുന്ന ആൾക്കാരും വ്യായാമം ഇല്ലാത്ത ആൾക്കാർക്കും കൂടെയാണ് വരുന്നത്. സോ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം, എങ്ങനെയൊക്കെ കഴിക്കണം, മരുന്നിൻ്റെ ഉപയോഗം മാക്സിമം കുറച്ചിട്ട് എങ്ങനെയാണ് ചികിത്സ എന്നുള്ള രീതിയാണ് നമ്മുടെ ഒരു. നമ്മൾ ഇത് ഡോക്ടറെ റൂമാണ്. ഡോക്ടർ റൂം ഡോക്ടർ പറഞ്ഞുതരും എന്തെല്ലാം. നമുക്കിവിടെ ഇത് നമ്മുടെ ഒരു ഡയറ്റീഷ്യന്റെ ക്യാബിനാണ്. നമുക്ക് ഇവിടെയാണ് നമ്മൾ കംപ്ലീറ്റ് ഡയറ്റ് പ്ലാൻസും ഡയറ്റ് പ്ലാൻ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറ്. തടി കുറക്കുന്നതിന്റെ ഭാഗമായിട്ട്. അതെ അതെ അതെ. കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് റൂം ഉണ്ട്. ഇത് കാലിന് തരിപ്പും മരവിപ്പിനും ഒക്കെ വരുന്ന പേഷ്യൻസിന്റെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അത് കൂടാതെ ഇത് രണ്ടാമതൊരു ഇതിന്റെ ഒരു പിന്നെ ഈ ഒരു ക്ലിനിക്കിന്റെ ഘടന അടിപൊളിയായിട്ടുണ്ട്. നോക്കടാ, അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോക്കാം. ഇവിടെ നമുക്ക് കണ്ണ് ചെക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ട്. പിന്നെ കണ്ണ് ചെക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് കണ്ണ് ചെക്ക് ചെയ്യാനുള്ള കണ്ണടകളുടെ കാര്യങ്ങൾക്കുള്ള മെഷീൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കിവിടെ ഒരു ഫുൾ ഫ്ലഡ്ജ് ലാബ് ഉണ്ട്. അതായത് ലേറ്റസ്റ്റ് ടെക്നോളജി, അതായത് മോസ്റ്റ് അഡ്വാൻസ് മെഷീൻസ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് തന്നെ. നമ്മൾ അത്രയും ക്ലീൻ ആയി കീപ്പ് ചെയ്യുന്ന ഒരു ലാബാണ്. ഇന്ന് ഞായറാഴ്ച നമ്മൾ വന്നേട്ടാ. അപ്പോൾ ഈ ഒരു സമയത്ത് ആരുമില്ലാതെ ആക്ച്വലി ക്ലോസ്ഡ് ആണ്. 1 മണി വരെ നമ്മൾ ഞായറാഴ്ച വർക്കിംഗ് ആണ്, പക്ഷെ അതിനുശേഷം ക്ലോസ്ഡ് ആണ്. കണ്ണിനിടുന്ന ലെൻസ് ഉണ്ട് കേട്ടാ. ഹായ്. അപ്പോൾ നമുക്കെന്നാ ഇറങ്ങാം. അപ്പോൾ ഡോക്ടർ എന്നാലും നമ്മൾ ഇറങ്ങും. ശരി ശരി, എന്നാൽ പറ്റും. ഊണ് കഴിക്കും, ലേറ്റ് ആയില്ലേ ഓൾറെഡി. ശരി, കാണാം ബ്രോ. ശരി അമ്മേ, കാണാം. നമ്മ ഇറങ്ങാം എന്നാല്. ശരി അമ്മേച്ചി. ചേച്ചി ആടന്ന് വീട്ടിലൊരു പാവല് ചക്ക തേച്ച് വീണടിഞ്ഞു പോയേ പറിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് ചക്ക നമ്മളിപ്പോ അങ്ങനത്തെ നമ്മള് കഴിക്കുന്ന സാധനം കാണുമ്പോ എന്തായാലും നമുക്ക് അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ അവിടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പുറം കാർത്തിക ഹോട്ടലിലേക്ക് വന്നിട്ടുള്ളേ. ഇപ്പോൾ നല്ല തിരക്കാണ്. നേരത്തെ പറ്റില്ല, കൊട്ടിയൂർ പരിപാടി ഉള്ളതുകൊണ്ട് ആ തിരക്ക് ഈടെ വരെയുണ്ട്. കണ്ണൂരെല്ലാം എന്താ നല്ല ആളാണ്. നോക്കാം, നമുക്ക് സീറ്റ് ഇട്ട് വന്നു. തിരക്കാണ്. കണ്ണൂർ ഇപ്പൊ കംപ്ലീറ്റ് കർണാടകയാണ്. സന്തോഷം. ഇന്ത്യയിൽ നമ്മളെപ്പോഴും കണ്ണൂർക്കാർ എപ്പോഴും കർണാടകത്തിലേക്കോ പുറത്തോ പോയിട്ടുള്ള ആൾക്കാർ മാത്രം, ഞാനടക്കം. നമുക്ക് ആദ്യമായിട്ടാണ് കണ്ണൂരേക്ക് ഗസ്റ്റിനെ കിട്ടുന്നത്. ഒരു വലിയ കാര്യമാണ്. അമ്മേന്റെ സന്തോഷം കണ്ട കാർത്തികയിൽ എത്തിയപാട് നമുക്ക് സന്തോഷമായി. അതൊരു വലിയ കാര്യമാണ്. ഞാൻ അറിയുന്നില്ല ഇങ്ങോട്ടാ വരുന്നെന്ന്. അല്ല, മൊത്തം കൊട്ടിയൂരിന് കർണാടകക്കാർ വരുവാന്ന് പറഞ്ഞാല് ശരിക്കും അത് നല്ല രീതിയിൽ നമ്മള് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ നെഗറ്റീവ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അവരെ ഗസ്റ്റ് ആയിട്ട് കണ്ട് ചെയ്യണമെന്ന്. നമ്മളൊരു ടൂറിസം അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള അതിഥികൾ എത്തുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തി. നല്ല തിരക്കാട്ടാ. കുറച്ച് സമയം നമ്മൾ കാത്തിക്കുന്നു. ഹായ് ബ്രോ, എന്തല്ലോ ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാ. അപ്പോൾ അങ്ങനെ ചോറ് വന്നിട്ടുണ്ട്. ചേച്ചി ക്യാമറ മാറ്റികൾ നിന്നും തന്നെ നിൽക്കുന്നുണ്ടേ. ഇവിടുത്തെ സ്പെഷ്യലാട്ടാ പുഴഞ്ഞുണ്ട് വരട്ടിയത്. അപ്പോൾ ഖത്തറിന് വേണ്ടി കളിക്കുന്ന കണ്ണൂർക്കാരൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര സന്തോഷം. കവി കർണാടകത്തിൽ നിന്ന് കൊട്ടിയൂർ വരുന്ന കണ്ണൂര് കർണാടകത്തിൽ 2 വാക്ക് പറഞ്ഞു.
ಕರ್ನಾಟಕದಿಂದ ತುಂಬ ಜನ ಬರ್ತಿದ್ದಾರೆ. ನಮ್ಮ ಯಾರಾದರೂ ಇಲ್ಲಿಗೆ ಬಂದರೆ ನಮ್ಮ ಸೋಚೋಣದ ಕಾರ್ತಿಕ ಹೋಟ್ಲ್ ಇದೆ, ಅಲ್ಲಿಗೆ ಬನ್ನಿ. ತುಂಬ ಚೆನ್ನಾಗಿರೋ ಆಹಾರ, ಹೊಟ್ಟೆ ತುಂಬ ಊಟ ಮಾಡಿ ಹೋಗ್ಬೋದು. കണ്ണൂരാണ്, കണ്ണൂർ ഹോട്ടൽ കാർത്തിക. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഒരു അടിപൊളി സ്ഥലത്ത് നമ്മൾ ഒരിക്കലും ഒരു പരസ്യത്തിൻ്റെ ചിത്രീകരണത്തിനായിട്ടാണ് ആദ്യം അവിടെ വന്നിനെ. അടുത്തേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മളെ ബസ് സ്റ്റാൻഡ്. ഇതാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്. ടൈലോട്ടാണ് ഞാൻ ബസ് ഓടിച്ചിട്ട് ഇങ്ങനെ വരുന്ന വഴി. ഇതേപോലെ ബസ് ഓട്ടിയിട്ട് ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഒരു 4 പ്രാവശ്യം 4 പ്രാവശ്യം ഒരു ദിവസം 4 പ്രാവശ്യം ഇങ്ങനെ വരും. നമ്മളെ സ്റ്റാൻഡ് ചേട്ടാ, ഇപ്പോഴത്തെ സ്റ്റാൻഡ് നമ്മളെ ബസ് സ്റ്റാൻഡ്. നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തും. ഞാൻ ആദ്യം എടുക്കുന്ന വീഡിയോയിൽ നമ്മൾ ഈ സ്റ്റാൻഡ് ഇവിടെ നിർത്തിയിട്ട് എടുത്തിന് ഇങ്ങനെ ഇങ്ങനെ നിർത്തും. നമ്മൾ ഇവിടെ വണ്ടിക്കുന്ന പണികളുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കാൻ വെക്കും. ആ സ്ഥലമാണ് ഇത് ഏകദേശം നമ്മൾ പോകാനാകുമ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്തേ. പോകാനാകുമ്പോൾ നമ്മൾ ട്രാക്കിലേക്ക് കൊണ്ടുവെക്കും. കണ്ടോ? ആ സംശയം ഇല്ല, അവന്റെ ബസ് പോയി. ആ അതെ, മയിൽച്ചാലോട് ബസ് ഉണ്ട് ചേട്ടാ. ഐശ്വര്യ നമ്മളെ ബസ്സുകളെല്ലാം വെച്ചിട്ടാ. അപ്പൊ നമ്മള് നേരെ ഇനി കണ്ണൂർ അങ്ങോട്ട് പോകുന്നത്. നമ്മളെ ആശുപത്രി ബസ് സ്റ്റാൻഡാണ്. അപ്പൊ ആശുപത്രി ഇതാണ്. ഇവിടെയാണ് നമ്മളെ അധികം നമ്മളെല്ലാവരും പ്രസവത്തിന് കാര്യത്തിനും ഹോസ്പിറ്റലിൽ കാണിക്കാനെല്ലാം വരുന്നത് നമ്മളെ കണ്ണൂരിലെ ഗവൺമെന്റ് ആശുപത്രി. കവിയിൽ ആദ്യം ഇവിടെ പ്രസവത്തിന് കാണിച്ചുകൊണ്ടുണ്ടായിന്. പ്രസവിക്കാൻ വേണ്ടി കവി കർണാടകത്തിലേക്ക് പോയി. നമ്മളിതാ ഇങ്ങോട്ട് കടലിന്റെ സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് രാവിലെ വന്നാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് മത്സ്യം കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കടക്കണ്ടിക്ക് 50 രൂപ ടിക്കറ്റാണ് കേട്ടോ. മത്സ്യം മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വലത്തോട്ടേക്ക് പോവാം. നമ്മളിന്നാലും മത്സ്യം മേടിക്കാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കടലിന്റെ ബീച്ചും കാര്യമെല്ലാം എടുത്തു ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മളന്ന് ഷൂട്ടിങ്ങിന് വീഡിയോ വന്നിന് കേട്ടോ. ഒരു കാറിന്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുള്ള കാറിന്റെ കമ്പനിയിലെ ഷൂട്ടാണ്. ഇതുണ്ടോ, ഇവിടെയെല്ലാം മത്സ്യബന്ധനത്തിനുള്ള ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് വലിയും കാര്യങ്ങളെല്ലാം ഉള്ള ഇത്. നമ്മൾ ബസ്സാടെ സ്റ്റാൻഡിൽ വെച്ചിട്ടാകുമ്പോൾ മത്സ്യം മേടിച്ചത് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരും. ഇവിടെയല്ല, കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ വരും. അവിടുന്ന് മത്സ്യം ഫ്രഷ് ആയിട്ട് രാവിലെ കിട്ടുമല്ലോ, അവിടുന്ന് മേടിച്ചിട്ട് കൊണ്ടുപോകും. ഇവിടുന്ന് മത്സ്യം നാട്ടിലേക്ക് എടുക്കുന്നവരും നമ്മൾ ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്നവരും ഇവിടുന്ന് മത്സ്യം മേടിച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ വല കെട്ടുന്നവരാണ് ഈ കടലിൽ മത്സ്യം പിടിച്ചിട്ട് ഇവിടെയാണ് കൊണ്ടുവരും അല്ലേ? ആ മത്സ്യം പിടിച്ചിട്ട് ഇവിടെയല്ല, കുറച്ച് അപ്പുറത്താണ്. വന്നപ്പോൾ തന്നെ അതെല്ലാം ഷെയർ ചെയ്ത് പോകും. അയ്യോ വലിയ വർത്താനം പറഞ്ഞിട്ട് നമുക്ക് തെറ്റിപ്പോയിട്ടാ. ഇച്ചിരി വേക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറാൻ ഒരു വഴിയുണ്ടേ. കാണിച്ചതാ. ഇത് നമ്മളെ പയ്യാമ്പലം ബീച്ച് അല്ല കേട്ടോ. പയ്യാമ്പലം ബീച്ച് സൈഡ് അല്ല, ഇത് നമ്മളെ തൊട്ടിപ്പുറത്ത് കോട്ടക്ക് മുട്ടിയിട്ടുള്ള ഭാഗമാണ്. ഇത് അധികാരം അങ്ങനെ പോയിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ രസാണേ. അനു വന്നിട്ടല്ലേ? ഇവിടെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ. ഇത് ഇവർക്കൊന്ന് സർപ്രൈസ് ആയിട്ട് കാണിക്കാൻ ഞാൻ വെച്ചൂര് കണ്ടിട്ട് ഞെട്ടൂലെന്ന്. അയ്യോ ഇത് അങ്ങത്തോളം പോകുന്നില്ല അല്ലേ, ഇവിടെ കട്ടായല്ലേ. അയ്യോ നമുക്ക് അതിന്റെ മേലെ പോണ്ടേ നമ്മള്. ആ കോട്ട ആ റോഡ് കണ്ട ഇത് കണ്ട, ആ റോഡ് മേലെ എത്തണ്ടേ നമ്മള്. ഭയങ്കര രസമാണ്. അത് അപ്പുറത്തോട്ട് വരണം. നമുക്ക് അതിലോട്ട് പോയാലോ? പക്ഷെ കുറച്ച് പോവാനുണ്ട്. ഈ വണ്ടി പോകുന്നറിയില്ല, ചെറിയ വഴിയല്ലേ. അല്ല ഇത് കഴിഞ്ഞു, ഇതവിടെ കഴിഞ്ഞല്ല. നോക്ക്, ഇത് അപ്പുറത്ത് വഴി ഉണ്ടാവട്ടെ. ഇവിടെ കഴിഞ്ഞ കേട്ടാ, ഇതിവിടെ കഴിഞ്ഞ കേട്ടാ. ഇവിടെ മത്സ്യം പിടിക്കുന്നവരാണ് ഫുള്ളായിട്ട്. അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല കേട്ടാ, അവിടെ അടച്ചിട്ട് കേട്ടാ. അപ്പൊ നമുക്ക് അതിന്റെ മേലെ പോകുന്ന ഇപ്പം തൽക്കാലമായിട്ട് എനിക്ക് തോന്നുന്നത് നിർത്തിയെന്ന് തോന്നുന്നുട്ടെ കേട്ടാ. വേറെ ഇട്ട് അവിടെ പോകണ്ടേ നമുക്കറിയില്ല. അയ്യോ നല്ലൊരു സീനായിരുന്നേ. കട്ടായി പോയി. ബാക്കിൽ 2-3 ആൾക്കാർ ഉണ്ടായിന്. നമ്മൾ വെച്ച് വന്നാൽ പിന്നെ ആടുന്ന് അങ്ങോട്ടേക്ക് വഴി അത് അടച്ചിട്ടേ ഉള്ളൂ, അങ്ങോട്ട് പോകാനില്ല. അപ്പൊ കോട്ടക്ക് പോകാന്ന് വെച്ച് കോട്ടക്ക് നോക്കുമ്പോ ഇന്നസെന്റ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അപ്പൊ അതുപോലെ ഫുള്ളാള് അങ്ങോട്ട് പോകാനില്ല. വണ്ടി വെച്ചിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുള്ളൂ, അങ്ങോട്ട് പോകാനില്ല കേട്ടാന്നാ പറയുന്നത്. എന്തല്ലേ ഞായറാഴ്ചയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിക്കലായി. തൊട്ടിപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടെ ബേബി ബീച്ച്. നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ടൗണിലുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും പോകുന്ന കേട്ടോ. പക്ഷെ എല്ലാം കാണാൻ പറ്റുന്നില്ല, ഒരു കഷ്ടം കാണാൻ പറ്റുന്നുള്ളൂ. ഇതാ ഇതാ ബീച്ച് ചേട്ടാ. ഇപ്പുറത്ത് വന്നിട്ടുള്ളൂ നമ്മൾ. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബീച്ച്. ഹായ്, എവിടെയാ വീട്? എവിടെയാ നിങ്ങളിവിടെ വന്നയാ? ബീച്ചിൽ വന്നയാ?
എവിടെ അമ്മേ? ആടെ അല്ലേ? ആ അതെ അതെ. നമ്മളപ്പോൾ കണ്ണൂർ ബേബി ബീച്ചിലാണ് ഉള്ളത്. അവരെല്ലാവരും ഇറങ്ങിയിട്ടില്ല, കുട്ടി ഉറങ്ങുന്നതുകൊണ്ട് കവി ഇറങ്ങിയിട്ടില്ല. അമ്മേനെയും കൊണ്ട് ഇറങ്ങി കുറച്ച് സമയം ഇവിടെ നിന്ന്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെയൊക്കെ ബേബി ബീച്ചിൽ വരുന്നത്. ഇതിന് തൊട്ടപ്പുറത്തൊരു ഹോട്ടൽ പോലെയുണ്ട്, ആടെ ഞാനൊരു പരിപാടിക്ക് വന്നിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഇതുവരെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അപ്പുറം മിലിറ്ററിൻ്റെ ഇതെല്ലാം കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. ഇതുവരെ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് അത്യാവശ്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളിലുണ്ട്. അങ്ങനെ വന്നിട്ട് ആൾക്കാർ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല കാറ്റാണ്, നല്ല കടലിൻ്റെ ഭംഗിനെ പറയണ്ടല്ലോ. ആച്ചുള്ളതുകൊണ്ട് നല്ല വെയിലാണ്. എൻ്റെ അമ്മക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്നാണ് കടലിന്റെ കരക്ക് പോയിട്ട് ഇങ്ങനെ ആ തിരമാല അടിക്കുന്നതും ആ എന്താ പറയാ അങ്ങനത്തെ ഒരു സന്തോഷമാണ് എനിക്ക്. അമ്മക്ക് ഇതല്ലെങ്കിൽ ഞാൻ നാട്ടിലുള്ളവരെ പുഴക്ക് ഒടുങ്ങും അമ്മേനെ കൂട്ടി പോകും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ പോകുന്നതിന്. പുഴക്ക് പോവാലുണ്ട്. ആ സമയം മുതലേ എനിക്ക് ഈ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഞാൻ കുറേ കാലങ്ങളായിട്ട് വെള്ളത്തിലിറങ്ങില്ല. ഇപ്പൊ ഇതിങ്ങനെ കരക്ക് നിന്നിട്ട് കാണാനുണ്ട്, അവർക്കൊരു സന്തോഷം പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഇവിടെ നിന്നു. പോവാം. നിങ്ങളെ ഈ ഭക്ഷണം വെക്കലും അമ്മായിയമ്മയായിട്ട് നിങ്ങൾ സംസാരിക്കലും നല്ല നിങ്ങളെ കർണാടകയിൽ പകുതി സംസാരിക്കലും മലയാളത്തിൽ പകുതി സംസാരിക്കും നല്ലതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുണ്ട് കേട്ടോ. ഓക്കെ പോട്ടെ നാല്. ശരി 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 പോട്ടെ. ബേബി ബീച്ചിൽ നേരെ പയ്യാമ്പലം ബീച്ചിൽ വന്ന് എന്തൊരവസ്ഥയാറില്ല. ഇന്ന് എല്ലാവരും നല്ല ആളാണ്. അപ്പോൾ അവിടെ കയറി നോക്കുമ്പോൾ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങാണ്ട് ഇപ്പുറം വന്നു. അവിടെ മറ്റേ ഫ്രണ്ട് ഭാഗത്താണ്. ഇനി ഇപ്പുറം ഈ സൈഡിലോട്ട് എങ്ങനെ പോകുന്ന ഭാഗമാണ്. ഇത് നമ്മൾ ഇനാഗ്രേഷൻ ചെയ്യാൻ വന്ന സ്ഥലം കേട്ടോ. നമ്മളതിന് ഇത് ഇനാഗ്രേഷൻ ചെയ്തത് ഡിസ്നി വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോൾ ഉള്ളൂ. ഡിസ്നി വേവ്സ് ഇപ്പോൾ തുടങ്ങും. അപ്പോൾ ഇതാണ് നമ്മളെ ലക്ഷ്യനാട്ടം. ലക്ഷ്യനാട്ടം എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ നാട്ടിലുള്ളവർക്കെല്ലാം അറിയായിരിക്കും. മൈസൂർ വുഡ് ട്രേഡിംഗ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഇടയെന്ന് പറഞ്ഞാൽ ജനല്, വാതിൽ, കട്ടില, മരം സംബന്ധിച്ച എല്ലാ സൈറ്റും ചുറ്റും നമുക്കൊന്ന് ജസ്റ്റ് ഓടിപ്പോയി കണ്ടില്ല. ലക്ഷ്യേട്ടാ നിങ്ങൾ വരുന്നുണ്ടാ? ലക്ഷ്യേട്ടൻ എന്തില്ലെങ്കിൽ നമ്മൾ കയറി കാണിക്കും. അപ്പോൾ ലക്ഷ്യേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ആളാണ്. മുമ്പൊരിക്കൽ നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു. ലക്ഷ്യേട്ടൻ്റെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊളച്ചേരി മുക്കിലാണ്. കണ്ണൂർ ജില്ലയിൽ കൊളച്ചേരി മുക്ക്. കൊളച്ചേരി മുക്കിൽ മരങ്ങൾ, ഡോറ്, എല്ലാ കാര്യങ്ങളും നേരിട്ട് ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ തന്നെ. ലാമിനേഷൻ ചെയ്ത ഡോർസ്, അതുപോലെ തന്നെ വുഡിലുള്ള എല്ലാ ഡോറും കണ്ട ബേക്കിലെല്ലാം വെച്ചിട്ട് ഇവിടെയെല്ലാം കണ്ട വെച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള. നമ്മൾ ഇതിനടക്ക് നമ്മളെ വീട്ടിന് 2-3 ഡോറ് വാങ്ങി. നമ്മളെ വീട്ടിനുള്ള ഈ ഡോറാണ്. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് കാണിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ചെറിയൊരു ആവശ്യം ഉണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ. എന്തായാലും ഇവിടെ കയറുമ്പോൾ ഒന്ന് ഇത് കാണിക്കുമായിരിക്കും. ആരെങ്കിലും ഡോർ എവിടെയാണെങ്കിലും അവർ എത്തിച്ചു തരും കേട്ടോ. കർണാടകത്തും കൂടി അവർ വർക്ക് ഇപ്പം നടക്കുന്നുണ്ടാ പറഞ്ഞ. അതെ. അപ്പോൾ ഇതാണ് ഡോർസും കാര്യങ്ങളും ജനലും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഡോറും ഉണ്ടേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഇഷ്ടമാണ് എടുക്കുന്നത്. നല്ല ധൈര്യത്തിൽ മേടിക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. ഉള്ളിൽ അടിയിൽ ഇവരെ ഫാക്ടറി ഉണ്ടാക്കുന്നത്. ഇവിടെ അളവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വന്ന് അളവ് കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇനി അഥവാ അളവിലില്ലെങ്കിൽ അപ്പം തന്നെ ആക്കിയിട്ട് അവർ വൈകുന്നേരം കൊണ്ടുപോകും. ഹായ്. അപ്പോൾ വൈഫ് സോനേച്ചിയുടെ ഉണ്ട്. അങ്ങനെ അമ്മയും വൃത്തിക്കെല്ലാവരും ഉള്ളിലുണ്ട് കേട്ടോ. പോവാ എന്നാൽ നീ പുറത്തെത്തിയാ? എന്നോട് അവിടെ പുറത്തിറങ്ങാൻ പറഞ്ഞു. ഓടാ ലക്ഷ്യേട്ടാ ഇറങ്ങട്ടെ എന്നാലേ. ഓക്കെ ഹായ്. വീട്ടിലെത്തി. അപ്പം നോക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒട്ടുമുട്ടി തന്നെ അവനൂർ തന്നെയാണ്. ഇടാന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഫുട്ബോൾ കളിയിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലക്സ് എല്ലാം കെട്ടുന്നുണ്ട്. അച്ചേട്ടൻ വിളിച്ചു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് മെസ്സിനെ ഇവനെല്ലാ ടീമിനും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താക്കി കാവ്യ കുളിക്കാൻ നോക്കുന്നുണ്ട്. കാവ്യ പറഞ്ഞ് ഓനെയും കൂടി കൂട്ടിക്കോ അല്ലെങ്കിൽ വിളിക്കൽ നടക്കില്ല പറഞ്ഞു. അങ്ങനെ ഓനെയും കൂടി നമ്മൾ കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാന്നേ. വേഗം പോയിട്ട് വരാം. തൂക്കുവാ? തൂക്കണ്ടേ? തൂക്കാനില്ലല്ലോ, കൈമത്തന്നെയല്ലേ ഉള്ളേ. കൈമത്തന്നെ ഉള്ളേ. അത് നമ്മൾ നിലനിർത്തും. ഒന്നും പറയണ്ട. ഒലക്കനത്തില്ലേ ചക്കി പോർച്ചുഗലാണ്. പോർച്ചുഗൽ ഫുൾ ഫ്ലക്സ്. നമ്മളെ ഫ്ലക്സ് കേട്ടാലും ഫുൾ സഹായിക്കും. പോർച്ചുഗലാണ്. എന്താ ചെയ്യണ്ട? അവർക്ക് ആളില്ല. ആളില്ലാത്ത മാത്രല്ല ഇവന് ഫ്ലക്സ് കേട്ട ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഇവർക്ക് ഫ്ലക്സ് അടിക്കാൻ ആളില്ല. ഇവര് ഫോട്ടോ വെച്ചില്ല ഫ്ലക്സിൽ? ഇല്ല. അർജന്റീന മേടിച്ചല്ലേ ഫ്ലക്സ് എത്തിയിട്ടുണ്ട്. നീ കുറച്ച് അങ്ങോട്ട് വിടില്ലേടി? ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടോ
അച്ഛേ അർജന്റീനയുടെ ഒരു 4 കളിക്കാരുടെ പേര് 4 അല്ല, നമ്മള് ഫുൾ ആൾക്കാർ പേര് പറഞ്ഞു. എന്നാ പറയും കളിക്കുന്ന 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 ബാക്കിന്ന് മാർട്ടിനസ്. ആദ്യം ഇത് ഒരാളും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ കേരളത്തിൽ ആരും മനസ്സിലായി ഞാൻ പറഞ്ഞില്ല. ഒറ്റയടിക്ക് പറയല്ല. ബാക്കിന്ന് ഇങ്ങോട്ടാണ്. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, ലെഫ്റ്റ് മൊളീന, സെന്റർ റൊമേറോ, പിന്നെ ഒറ്റമിൻ്റെ ഇപ്പുറത്ത്. അതിൻ്റെ ഇപ്പുറത്ത് പിന്നെ ഒന്നിക്കിൽ ടാഗ്ലിഫിക്കോ ആയിരിക്കും. പിന്നെ ടാഗ്ലിഫിക്കോ സെന്റർ ഡീപോള്, ഹെൻസോ ഫെർണാണ്ടസ്. പിന്നെ ഒന്നിക്കിൽ നിക്കോ ഗോൺസാൽസ് ആയിരിക്കും, അല്ലെങ്കിൽ എൻസോ ഫെർണാണ്ടസ്. പിന്നെ മക്കാലിസ്റ്റർ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിന്നെ അൽമേഡ ഒന്നിക്കിൽ. അതിന് മുമ്പിൽ പിന്നെ മെസ്സി. ലൗത്തറോ മാർട്ടിനസ് ആണെങ്കിൽ ചിലപ്പോൾ ലൗത്തറോ മാർട്ടിനസ്, അല്ലെങ്കിൽ നമ്മളെ എന്തായാലും മറ്റവൻ്റെ വരുന്നതിൻ്റെ ചാവും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആൽവറസ്, ജൂലിയൻ ആൽവറസ്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഫോർമേഷൻ. ഫുള്ളായിട്ട് ആദ്യമായിട്ട് ഒരാൾ വരണടാ. എത്ര ദിവസം എടുത്ത് പഠിക്കാൻ വേണ്ടിട്ട്? കളി തുടങ്ങിയതിന് ശേഷം പഠിച്ചതാണോ അതോ മുന്നേ? അല്ല, ഇത് നമ്മള് സ്ഥിരം 11 അല്ലേ? മറന്നോണം. നമ്മുടെ നാട്ടിലെ പേരിലല്ല, നമ്മുടെ നാട്ടില് അച്ചൈ, ബിജു. എന്റെ പേരെന്നാടാ? സഞ്ജു. അയ്യോ സൗരവ് അങ്ങനെ പേരിടാ. അപ്പൊ എന്തായാലും അടിപൊളി. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു അർജന്റീന ഫ്ലക്സ് വന്ന്. നമ്മളെ വീട്ടില് ബ്രസീലുണ്ട്, അർജന്റീന ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്. ഇത് കണ്ട് ഇത് ശരിക്കാരാണ്. അല്ല ഇത് ഏത് ഏക്ക് പോലും പരാജയപ്പെട്ടില്ല. അതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ ഇതാണ് ഇവ എല്ലാരും 10 നമ്പർ. അതാണ് അടിപൊളി. വാമോസ് അർജന്റീന.